ഇന്ന് ഈവനിങ് ഞാൻ ബീച്ചിൽ പോയി. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. കുറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അടുത്ത് കുറേ പേര് ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട്, "നീ എപ്പോഴും ബീച്ചിൽ തന്നെയാണോന്ന്?" പക്ഷെ അവിടെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇരട്ടി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കമ്പൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ്നിങ്ങും ആ സൗണ്ടും ഒക്കെ. പിന്നെ ഞാൻ ദാ വീടെത്തി കഴിഞ്ഞ് നമുക്കൊരു സാധനം മേടിക്കാൻ പോകണം. അതിനാണ് ഞാൻ ഈ ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഞാൻ ദാ 1 സെക്കൻഡ് എന്നും പറഞ്ഞ് ഫുൾ മൂണിനെ കാണിച്ചു തരാനായിട്ടൊരു ട്രൈ നടത്തി. പക്ഷേ അതങ്ങോട്ട് ഫ്ലോപ്പ് ആയിപ്പോയി. ബിക്കോസ് ക്യാമറയിൽ അത് നന്നായിട്ട് കിട്ടിയില്ല. പിന്നെ ഇതിന് ചാടിക്കടന്ന് വേണം പോകാൻ. മുന്നേ ഒരു വട്ടം ഇവിടെ നിന്നെടുത്ത് ചാടിയപ്പോഴത്തേക്കും കാല് കല്ലി കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ എത്തുമ്പോൾ കെയർഫുള്ളി മാത്രമാണ് ഇറങ്ങാറുള്ളത്. പിന്നെ ഇതല്ല ഇതിനെക്കാട്ടിലും അപ്പുറം ചാടി കടന്നതാണെന്നും പറഞ്ഞാണ് ഞാൻ ഈ പോണത്. പിന്നെ വീണ്ടും എൻ്റെ കണ്ണ് പോകുന്ന ഫുൾ മൂണിലോട്ടാണ്. ഞാൻ ഇവിടെ വന്ന എന്തിനാന്ന് പറഞ്ഞില്ലല്ലേ. ഞാനൊരു അഡ്രസ്സ് മാറി ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു. എല്ലാവരും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. എനിക്കൊരു കൂട്ടാവട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ദാ അതെൻ്റെ കയ്യിൽ കിട്ടി. ഞാനിത് കാണിക്കുന്ന ഞാൻ ഇട്ടേക്കുന്ന അതേ കളർ കോമ്പിനേഷനാണ് ഈ ഡ്രസ്സും. അപ്പം ഞാൻ ദാ വീടെത്തിക്കഴിഞ്ഞ് നിങ്ങൾ ഓർക്കും ഞാനിതിപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. പക്ഷേ എനിക്കൊരു 8ൻ്റെ പണിയും കിട്ടി. ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന നേരത്ത് അമ്മുമ്മ വെളിയിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോർ അടച്ചുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കേട്ടില്ല. ലാസ്റ്റ് ഞാൻ ഇറങ്ങിപ്പോയി ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് മാങ്ങ മീൻകറിയിലിട്ടിട്ട് ബാക്കി വന്ന മാങ്ങ എനിക്കിഷ്ടമായതുകൊണ്ട് ഉപ്പുമുളക് ഇട്ട് വച്ചേക്കുക, എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ആ ഫ്ലോയിൽ എനിക്കാണെങ്കിൽ പച്ചമാങ്ങ ഉപ്പുമുളക് ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് പേഴ്സണലി എന്നെ അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഭയങ്കര മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഫ്ലോയിലെടുത്ത് കഴിച്ചിട്ടപ്പോൾ എരിഞ്ഞിട്ട് എനിക്ക് വയ്യായിരുന്നു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ണിന്ന് മൂക്കിന്നൊക്കെ വെള്ളം വന്നിട്ട് എൻ്റെ മൊത്തത്തിൽ എനിക്ക് ഒന്നാമത് ഞാൻ ഓൾറെഡി ടയേർഡായിട്ടാണ് വന്നത് പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാനങ്ങനെ വായിൽ വെള്ളമൊക്കെ ഹോൾഡ് ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പോയൊരു ലഡു എടുത്ത് കഴിച്ചു. പക്ഷേ എൻ്റെ മൈഗ്രെയിൻ സ്റ്റാർട്ടായി അപ്പോഴത്തേക്കും. ബാക്കി അൺബോക്സിങ് ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം.